അതെന്താണെന്ന് അറിയാമോ? രാവിലെ നമ്മൾ ഉണർന്നു കഴിഞ്ഞ് ചിലവരൊക്കെ പല്ല് തേക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം കുടിക്കും. എനിക്കിഷ്ടമല്ല. ചിലർ ചായയും കുടിക്കും, കട്ടൻ ചായയും ചായയൊക്കെ അത് അവർ ശീലിച്ചു പോയിക്കൊണ്ട് അവർക്ക് കഴിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ താല്പര്യമില്ല. അങ്ങനെ കഴിച്ചാൽ ഓർക്കാൻ യോഗ്യം ഉണ്ടാവും, അതെനിക്കിഷ്ടമല്ല. പക്ഷെ നമ്മൾ എപ്പോഴും എണീറ്റാൽ ഉടനെ തന്നെ മുഖം നന്നായിട്ട് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലും ഒരു ടീ കുടിക്കുന്നത് നന്നായിരിക്കും. എപ്പോഴും ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ ബാക്കിയകത്ത് നമ്മൾ അടച്ചു വെച്ച് കിടക്കുമ്പോൾ അതിനകത്ത് പലതരം അണുക്കളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും ആ ഒരു രീതിയിൽ. അപ്പം അത് നമ്മൾ അങ്ങനെ ചായ കുടിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ പോവാണ്. അപ്പം അത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് കമന്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട് രാവിലെ നമുക്കിങ്ങനെ പുറത്തോട്ട് ഇരുന്നിട്ട് വാതിക്കലിരുന്നിട്ട് ഇങ്ങനെ പുറമേയൊക്കെ നോക്കി കിളികളുടെ ശബ്ദവും കാക്കകളുടെ കരച്ചിലും കാറ്റും മഴയും ഇളം വെയിലും ഒക്കെ പോയിട്ട് ഇങ്ങനെ ഒരു എനർജി ആയിട്ട് ചായ കുടിക്കുന്നുള്ള ഒരു പ്രത്യേക ഫീലാണ്. അത് പറഞ്ഞറിയാൻ പറ്റത്തില്ല. അമ്മാതിരി ഒരു ഫീലാണ്. കുറച്ചു നേരം അവിടെ ഇരിക്കണം നമ്മൾ എൻജോയ് ചെയ്ത്. ചായയൊക്കെ വെച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ചായ നമ്മൾ കുടിക്കണമെന്നുണ്ടെങ്കിൽ വാ അടിപൊളി. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ. നമ്മുടെ വീടിന്റെ പരിസരത്തേക്കുണ്ട്. ഇത് ഇപ്പൊ എന്റെ വീടിന്റെ പരിസരം ഇത് വന്നിട്ട് ഊട്ടിയാണല്ലേ കൊടൈക്കനാലെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഊട്ടിയും കൊടൈക്കനാലൊക്കെ ചെറിയൊരു ഊട്ടിയും കൊടൈക്കനാലൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം. മുറ്റത്ത് കുറച്ച് പൂക്കളും കിളികളും ചെടികളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കുറച്ചുകൂടി വെറൈറ്റി ആയിരിക്കും. അപ്പൊ അവിടെ തന്നെ നമുക്കൊരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഊട്ടിയും കൊടൈക്കനാലൊക്കെ ഇപ്പൊ തന്നെ നോക്കാം അല്ലേ? അപ്പൊ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ജസ്റ്റ് ചായയൊക്കെ തേക്കും എൻജോയ് ചെയ്ത് നമ്മൾ ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ ആരും ചെയ്തിട്ടില്ലേ? ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ എനിക്കൊരു ചായയാണ് പ്രധാനം. ചായ കിട്ടിയതിന് ഉച്ചവരെ എനിക്ക് വൈകുന്നേരം നിൽക്കും മാക്സിമം. ചില ഘട്ടങ്ങളിലാണ് വിശപ്പ് സഹിക്കാൻ വയ്യാതെ വരുന്നത്. അപ്പൊ മാക്സിമം രാവിലെ ഞാൻ ഫുഡ് കഴിക്കാറില്ല. എന്നാൽ കഴിക്കും. പക്ഷെ ഒന്നും കഴിയില്ലെങ്കിലും ഒരു ചായയോടാണ് എനിക്കിഷ്ടം. ചായ എന്താണെന്ന് അറിയുന്നത്? ചായ ഞാൻ ഭയങ്കര ചേർച്ചയാണ്. ചായ ഇല്ലാണ്ട് എനിക്ക് ഒരു ദിവസം ജീവിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് മൈഗ്രെയിനാണ്. മൈഗ്രെയിൻ തലവേദന തലവേദന ഉള്ളതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ചായക്ക് അഡിക്റ്റ് ആയത്. നിങ്ങളാരും അങ്ങനെ അഡിക്റ്റ് ആകാതിരിക്കുക. കാരണം അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടുമ്പോൾ നമ്മുടെ കൈ പിന്നെ ചായ കിട്ടിയാലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ചായ ഉണ്ടാക്കുന്ന തേയിലേക്ക് ഒരു തറയുണ്ട്. അപ്പൊ അത് ഓവറായിട്ട് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ മാക്സിമം ചായ ഒഴിവാക്കാൻ നോക്കുക. എനിക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്.